ഒരു ചീസി ബണ്ണുണ്ടായ കഥയാട്ടാ ഇത്. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കണ്ടിട്ടാണ് ഇത് ചെയ്തത് ഫസ്റ്റ്. പക്ഷേങ്കിൽ ഓളുണ്ടാക്കിയതിനേക്കാളും ഒന്ന് ഫില്ലിംഗ് ഒന്ന് മാറ്റിപ്പിടിച്ച് സ്റ്റൈലെല്ലാം തന്നെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. സംഭവം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നല്ലോണം അത് ക്ലിക്കായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അധികം ആൾക്കാർ റെസിപ്പി ചോദിക്കുന്ന ഒരു സാധനം ഇത്. അപ്പോൾ ഇതിന് മെയിൻ വേണ്ടിയത് നല്ല കുഞ്ഞ് ബണ്ണ്, പിന്നെ ബോൺലെസ് പീസസ് ചിക്കന്, ബട്ടർ വേണം, വലിയൊരു പീസ് തന്നെ ബട്ടർ വേണം കേട്ടോ, ക്യാപ്സിക്കം വേണം, തക്കാളി വേണം, ഗാർലിക് വേണം, പിന്നെ കുറച്ച് സ്പൈസസ്, മയോണൈസ് ഉണ്ടാക്കണം, ചീസ് വേണം. ഇതൊക്കെയാണ് മെയിൻ വേണ്ടിയ ഐറ്റംസ്. ബോൺലെസ് ചിക്കന് നല്ലോണം നേർങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനിലേക്ക് ഡയറക്റ്റ് തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു വലിയൊരു പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഓരോ വെജിറ്റബിൾസും നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതായത് ക്യാപ്സിക്കം, ഗാർലിക്ക്, തക്കാളി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ചാലും മതി. ഞാൻ പിന്നെ ഇത് കുറേ അധികം ഉള്ളതുകൊണ്ട് വേഗം തന്നെ വെച്ചതാണ്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കൂല. ഇത് അടച്ചു വെച്ചാൽ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ക്യാപ്സിക്കത്തിൻ്റെയും തക്കാളിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് അത് അതിൽ തന്നെ കുക്കായിട്ട് പിന്നെ ബട്ടറിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്ത് വന്നോളും. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് നമ്മളെ നേരിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ ഒരു 2-3 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ സ്ലൈസ് ചീസാട്ടോ അധികം ഉപയോഗിക്കാൻ, മോസറല്ല ഉപയോഗിക്കില്ല. ഒരു വലിയുന്ന പോലെ ഉണ്ടാവും, ഒരു ഫ്ലേവർ എന്തായാലും ഇതിന് തന്നെ ഉണ്ടാവാൻ. ഇനി നമുക്ക് ബണ്ണ് ഫില്ല് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ബണ്ണിൻ്റെ ഫ്രണ്ട് മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. ഞാൻ നോർമൽ മയോണൈസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റിയെടുത്തതാണ്. പിന്നെ ആ മയോണൈസിൻ്റെ മേലെ കുറച്ച് ഫില്ലിങ് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കഷ്ണം ഇങ്ങനെ സ്ക്വയറിലാക്കിയിട്ട് ചീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറിൽ മല്ലിയിലയും ഗാർലിക്കും മറ്റേ നമ്മളെ ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാവുന്ന നേരത്ത് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഈ ചീസൊന്ന് മെൽട്ടാവുന്ന വരെ ഒന്ന് ചൂട് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിച്ചാൽ എല്ലാവരും ഉണ്ടാക്കി വെക്ക്.